എല്ലാവർക്കും വീണ്ടും നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് നമ്മളൊരു സ്ഥലത്ത് നിർത്തി കുറേ സമയം പണിയൊക്കെ എടുത്ത് അവസാനം കുറച്ച് ദൂരം ഓടി. ഇനി നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മളെ പാർക്കിങ്ങിലോട്ട് പോകാം കേട്ടോ. നമ്മളെ വണ്ടിയുടെ അവർ വിളിച്ച് പറഞ്ഞു നിങ്ങൾ പാർക്കിങ്ങിൽ ഇട്ടിട്ട് വീട്ടിൽ പോയിക്കോന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ അതെ, ആദ്യം കിടന്നിടത്ത് തന്നെ പോകാം കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞു വിട്ടതാണോ അറിയത്തില്ല. നമ്മളെന്താ തെറ്റാ ചെയ്തത് അല്ലേ? ഇപ്പോൾ 10 കിലോമീറ്റർ കൊണ്ട് ക്ലച്ച് പോകാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല. അല്ലെ, ഞാൻ ചുമ്മാ പറയുവാണേ. അവർ നമ്മൾ പറഞ്ഞിട്ടൊന്നും വിട്ടല്ല, ഞാൻ പറഞ്ഞതാ. പറഞ്ഞില്ല, വീട്ടിൽ പോയിക്കോന്ന് പറഞ്ഞാൽ നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് വീട്ടിൽ പോകാൻ പറഞ്ഞായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നേരെ നമ്മൾ പാർക്കിങ്ങിൽ പോയിട്ട് ഞങ്ങൾ 2 പൊറോട്ട വാങ്ങിച്ചായിരുന്നു. അതും കഴിച്ചിട്ട് ഇപ്പം സമയം 11 മണിയായി. ഇപ്പോൾ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ബസ്സിലൊക്കെ പയ്യെ അങ്ങ് പോവാം. ആദരക്കുട്ടിയെ കാണിച്ചില്ലെന്ന് വേണ്ട അല്ലേ? ലൈറ്റ് അടിക്കുന്നല്ലേ? ലൈറ്റ് അടിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഓക്കെ ആണ് കേട്ടോ. ഇപ്പോൾ ഓക്കെ ആയാലും ഞാൻ മീറ്ററൊക്കെ കാണിക്കാം, നമുക്ക് തന്നെ ഉപകാരപ്പെടും. കാരണം ഇതൊക്കെ നമുക്കിപ്പോൾ യൂസ് ചെയ്യാമല്ലോ. എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറഞ്ഞതാ. ഇപ്പം നിലവിലും പാർക്ക് ബ്രേക്ക് എൻഗേജ് കംപ്ലയിൻറ്റ്സ് ഒന്നും അല്ല. MILൻ്റെ ഇടയ്ക്ക് ലൈറ്റൊക്കെ കത്തി ഇണയൊക്കെ ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഹൈവേയിലോട്ട് കയറി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് നേരെ ഹൈവേയിലോട്ട് കയറാം. ഇനി ഇവിടുന്ന് ജസ്റ്റ് ഒരു 10 കിലോമീറ്ററും കൂടിയേ നമുക്ക് പോയാൽ മതി കേട്ടോ. എവിടത്തേക്കാ? നമ്മള് ട്രയൽ ഓടിച്ച് ഇങ്ങ് വരെ എത്തിയല്ലേ? ട്രയൽ ഓടിച്ചു. എത്ര നമ്മൾ 10-15 കിലോമീറ്ററോളം ട്രയൽ ഓടിച്ചു. ട്രയലിന് മാത്രമല്ല, നമ്മൾ ആദ്യം കംപ്ലൈന്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഓടിച്ചു. അങ്ങനെയൊക്കെ ഓടിച്ചിപ്പം വീണ്ടും നമ്മള് തുടങ്ങിയെടുത്ത് തന്നെ എത്തി. എന്തായാലും കുഴപ്പമില്ല. ഇപ്പൊ ക്ലച്ചൊക്കെ വിട്ടുമ്പോൾ വണ്ടി നല്ല പറക്കുന്നുണ്ട് കേട്ടോ. ക്ലച്ച് വല്ലാണ് കംപ്ലൈന്റ് എങ്ങനെയുണ്ടല്ലോ, 10-40,000 രൂപയാവും. ഇതിപ്പോ ഇത്ര ആയുള്ളൂ, ഒന്ന് സമാധാനിക്കാം. നമുക്കിനി കൊല്ലംകോട് എങ്ങനെ എത്തുമെന്ന് അറിയത്തില്ല അല്ലേ? കൊല്ലംകോട് എത്താനേ ഇനിയിപ്പം രാവിലെ പോയാൽ മതി. പിന്നെ രാവിലെ പോയാ പിന്നെ ഉച്ച അവിടെ എത്താനായി. ഇപ്പൊ അങ്ങ് പയ്യെ പോവാം, വേറെ കാര്യമൊന്നുമില്ല. വെളുപ്പിന് നമ്മുടെ അതുവഴിയുള്ള ട്രെയിൻ അമൃതയാ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് നേരെ പാലക്കാട് പോയിട്ട് പാലക്കാട് പോയിട്ട് അമൃത കയറി പോയാൽ വീട്ടിലെത്താം അല്ലെ? വെളുപ്പിനെ വീട്ടിലെത്താം. അത് വളരെ നല്ല ഐഡിയ ആണ്. അപ്പൊ എന്തായാലും വണ്ടി ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. വണ്ടി സെറ്റ് ആയിട്ടുണ്ട്. പുറകിൽ എന്തോ ഒരു അടിശബ്ദം ഇങ്ങനെ ഒരു ചെറിയൊരു കിടകിട സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ ബോഡിയിൽ എന്തോ ടച്ച് ആവുന്നതാണ്. നോക്കാം. നമ്മളെ ലോഡ് വേറെ ആരെങ്കിലും എടുത്തു പോയിട്ടുണ്ടോ ഇതുപോലെ 32 അടി വണ്ടിയെ? നമ്മളതിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ വന്ന് നിന്നിട്ട് ആകെ ഒരു വിഷമം എന്ന് പറഞ്ഞാല്, നമ്മുടെ ഷാജാനിക്കാന്ന് പറഞ്ഞ ഞാൻ കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞില്ലേ, നമ്മളെ കണ്ണൂരുള്ള ഈ വണ്ടി ഓടിക്കൊണ്ടിരുന്നത് പറയാൻ പറ്റത്തില്ല. ലാസ്റ്റ് പുള്ളിയല്ല ഓടിച്ചത്. പുള്ളി 1 മാസം മുമ്പാണ് ഈ വണ്ടി ഓടിച്ചത് കേട്ടോ. പുള്ളി 10 വീൽ വണ്ടിയാണ് ഓടിക്കുന്നത്. 1-2 മാസം മുമ്പെങ്ങാണ്ട് ഈ വണ്ടി ഓടിച്ചോണ്ടിരുന്നത്. അപ്പൊ പുള്ളിയെ കാണാൻ പറ്റിയില്ല. പുള്ളി ഇവിടെ ഉണ്ട്, കോയമ്പത്തൂരുണ്ട്, പക്ഷെ പുള്ളിയെ കാണാൻ പറ്റിയില്ല. എന്തായാലും എവിടെ വെച്ച് കാണാം അല്ലേ? തൃശ്ശൂർ 137, കോയമ്പത്തൂർ 29. ഓക്കെ, നല്ല രസമുണ്ടല്ലേ ഹൈവേയിൽ? നല്ല തണുപ്പ് കേട്ടോ, അടിപൊളി തണുപ്പാണ്. ഇപ്പൊ നല്ല തണുപ്പുള്ള സ്ഥലത്തൊക്കെ യാത്ര ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ട്, ഒരു മൂടലും ഉണ്ട്. അതെ അതെ. പക്ഷെ ഇന്ന് ലോഡ് ഉണ്ടായിരുന്നെങ്കിലോ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ രാത്രി ഇങ്ങനെ പോയാൽ അത് നല്ല രസമാണ്. രാത്രി ഒരു 3-4 മണി വരെ ഓക്കെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉറക്കം വരും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ 12 വീല് വണ്ടി പോകുമ്പോഴേ നമ്മൾ പെട്ടെന്ന് ഇതാവും. എന്ന് വെച്ചാൽ വണ്ടി പയ്യല്ലേ പോകത്തുള്ളൂ. അപ്പം നമുക്ക് എന്താ പറയാ, ഒരു ഇതില്ല, റിലീഫ്. അതെ അതെ, ഒരു സാമട്ട് എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ഇതാണ്. അപ്പൊ അത് കഴിഞ്ഞ് പോകുമ്പോഴേ അതെ അതെ, ഇതാകുമ്പോ ഇച്ചിരി സ്പീഡിൽ പോകുമ്പോ അതുകൊണ്ട് കൊള്ളാം. നമുക്ക് ഇത് കാറിപ്പോന്നല്ല തോന്നുന്നു. പക്ഷെ വണ്ടി നല്ല നീളമുണ്ട് കേട്ടോ. നമ്മളെ 12 വീല് പോലെ നല്ല അത്യാവശ്യം നല്ല നീളമുണ്ട്. അത് വളവും തിരിവൊക്കെ എടുക്കുമ്പോഴാണ് കറക്റ്റ് അറിയും. പിന്നെ മിററിലും നമുക്ക് ഇത്ര വ്യക്തമായിട്ട് അതിന്റെ ബാക്കൊന്നും എവിടം വരെ ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല. എല്ലാവരും കാൽക്കുലേഷനിൽ പുറത്ത് പോകണം. അത് പിന്നെ നമ്മൾ കുറച്ച് ഓടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ഒരു കണക്കൂട്ടിൽ കിട്ടും, ഓവർടേക്ക് ഒക്കെ ചെയ്യുമ്പോഴേ. അപ്പൊ നമുക്കിനി ടോള് കയറണം. എന്തായാലും ഭക്ഷണം വാങ്ങിച്ചിട്ടുണ്ട്, അത് കഴിച്ചിട്ടൊക്കെ പോവാം നമുക്ക്.
അതുപോലെ ഞാനിപ്പോൾ നമ്മളിപ്പം എന്താ പറയുക വണ്ടി ഓടിച്ചു വരുമ്പോൾ അല്ലേ വണ്ടിയുടെ ഇതൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ അവിടെ നിന്നിട്ട് അനക്കിയാലേ ഒന്നും അറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ ജസ്റ്റ് ഓടിച്ചപ്പോൾ ഈ കംപ്ലൈൻറ്റ് അറിഞ്ഞു. പിന്നെ എനിക്ക് മനസ്സിലാകാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ടയർ ഭാഗമൊക്കെ ഫ്രണ്ട് ടയർ ഉണ്ടല്ലോ, 2 കട്ട ടയറാട്ടോ. കട്ട ടയറുമാണ് നല്ല വെട്ടി തേഞ്ഞിട്ടുണ്ട് അകം. ഞാൻ പകല് കാണിച്ചു തരാം. ഇനിയിപ്പോൾ നാളെ നമ്മൾ കാണത്തില്ലല്ലോ. എന്നാലും ടയർ ചെറിയൊരു വെട്ടിത്തേലുള്ളതുകൊണ്ട് സ്റ്റിയറിങ്ങിൽ നമുക്ക് ഒരു പിടപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടി. ടോളെത്തിയല്ലോ. പെട്ടെന്നല്ലോ കിലോമീറ്റർ അറിയുന്നതേ. ഇവിടെ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടാ പോകുന്നത്. ഹൈവേ പിന്നെ നല്ല സ്പീഡിലും പോവാ. പിന്നെ നല്ല ഹൈവേ. നല്ല സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് ലോറി സമയത്തോട് പറയാണ്, അല്ലാതെ ഭയങ്കര 60 സ്പീഡിൽ പോവാ. എന്തായാലും ഫസ്റ്റ് ഡേ ഞങ്ങൾ തകർത്ത്. കൊള്ളാം എന്തായാലും. പക്ഷെ ഒരു വിധത്തിൽ ഇപ്പൊ അറിഞ്ഞത് കാര്യമായില്ലേ, സത്യം. നമ്മള് ലോഡ് എടുത്ത് കുറച്ച് ദൂരം പോയിട്ടാണെങ്കിൽ നമുക്കല്ലേ ബുദ്ധിമുട്ട്. ലോഡ് എടുത്തിട്ടാണെങ്കിൽ പിന്നെയും ലോഡ് എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളും പ്രശ്നമാവും. അവർക്കും പ്രശ്നമുണ്ട്. ലോഡിന്റെ ആൾക്ക് ചിലപ്പോൾ അവർക്ക് നാളെ ഡെലിവറി ബാംഗ്ലൂർ അല്ലേ, അപ്പൊ നാളത്തേക്ക് വേണ്ട സാധനമായിരിക്കും ചിലപ്പോ. അപ്പൊ അതും കാര്യമായി. ലോഡ് കയറ്റി വെച്ചിട്ടാണ് നമ്മൾ കംപ്ലൈന്റ് ആയെങ്കിലേ. വണ്ടി കാര്യത്തിൽ അങ്ങനെയൊക്കെ തന്നെ. നമുക്ക് ഈ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. എല്ലാം ഇരുമ്പിൽ പോകുന്ന സാധനങ്ങളല്ലേ. ഇപ്പൊ വെറുതെ നമ്മൾ 2 ടോളും കൊടുക്കേണ്ടി വന്നല്ലോ. ഏകദേശം 350 രൂപ കണ്ടോ ഇവിടെ ടോള്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 700 രൂപ ടോളിൽ തന്നെ പോയി. വണ്ടിയിൽ ചിലവ് വന്നാൽ ഇങ്ങനെ അനാവശ്യമായ ചിലവുകൾ വരും. അത് നമുക്കറിയാലോ. മറ്റേ വണ്ടി പോയപ്പോൾ അറിയാം. നമ്മൾ വിചാരിക്കുന്നതെന്നല്ല. നമ്മളിപ്പോൾ കണക്ക് കൂട്ടി ചിലവാക്കിയൊന്നും വണ്ടി മുമ്പോട്ട് കൊണ്ടുനടക്കാൻ പറ്റത്തില്ല. വണ്ടിക്ക് എപ്പോഴും അപ്രതീക്ഷിതമായ ചിലവ് വരും. എന്നെ ഒത്തിരി പേര് വണ്ടിയുടെ കാര്യം പറഞ്ഞ് വിളിക്കാറുണ്ട് നമ്മൾ വീഡിയോ കണ്ടിട്ട്. അപ്പം എല്ലാവരുടെ അടുത്ത് ഞാൻ പറയാം, നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു 2 ലക്ഷം രൂപ വെച്ചോ, എന്നിട്ട് ഇതിന് ഇറങ്ങാമല്ല. വണ്ടി മാത്രം വാങ്ങിക്കാനുള്ള പൈസയും കൊണ്ട് ആരും ഇറങ്ങരുത്. എപ്പോഴാ എന്താ ചിലവ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ടോളെത്തിയല്ലേ? ടോളിന്റെ അവിടുന്ന് നമ്മളിപ്പോ അപ്പുറത്തോട്ടല്ലേ നമുക്ക് പോകേണ്ടത്. അപ്പം ഇവിടുന്ന് ചാടി നമ്മൾ സർവീസ് റോഡ് കയറിയിട്ടേ നമുക്ക് അടിയിലേക്ക് കൂടെ പോകണം. നല്ല അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ നമ്മുടെ കേരളത്തിൽ ഇതുപോലെ റോഡ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടതായിരിക്കും. യു ടേൺ അടിക്കുക എന്നുള്ളത് ഒരു ചടങ്ങായിരിക്കും. യു ടേൺ അടിക്കണമെങ്കിൽ ഇതുപോലെ കുറെ ദൂരം നമ്മൾ പോകേണ്ടി വരും. ഇതാണ് കേട്ടോ ടോള്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെറുതായിട്ട് കാണിച്ചായിരുന്നു. ഇതാണ് നമ്മുടെ ടോൾ പ്ലാസ, ചെങ്കൽപ്പള്ളി ടോൾ പ്ലാസ. ഇതിനകത്ത് വെച്ചിരിക്കുന്ന ആ ഗ്ലാസ് തുറന്നു നടക്കുന്നോണ്ടാണോ അടിക്കുന്നത്? ആണോ? ടോള് കയറാം. ഞാൻ പറഞ്ഞുതരാം. നമ്മളെ 12 വീല് മൾട്ടി ആക്സിലാണെങ്കിൽ ഉണ്ടല്ലോ 570 രൂപയാണ്. ഇത് ട്രക്ക് കാറ്റഗറിയിൽ വരുന്നതല്ലേ 375. അല്ല ഇത് ട്രക്കാണ്. ബസ്സിൻ്റെ ആയിരുന്നു. ബസ്സാണ് 185, ട്രക്കാണെങ്കിൽ 275 കേട്ടോ. ഓക്കെ ഗോ. നമുക്കിനി ലെഫ്റ്റ് പിടിച്ചു പോവാം. നമുക്ക് അവിടെ നിന്ന് സർവീസ് റോഡിലോട്ട് വരണ്ടേ. നമ്മൾ ആ കേറിയ അതുവഴി തന്നെ ഇറങ്ങാനാണോ? നമ്മൾ ആ കേറി അതുവഴി സർവീസ് റോഡ് കയറി പോവാണ് കേട്ടോ. സർവീസ് റോഡ് കയറി പോകുമ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ, സർവീസ് റോഡിൽ നിന്ന് യൂ ടേൺ അടിക്കുമ്പം നമ്മളെ ബ്രിഡ്ജുകൾ വരുമല്ലോ. ബ്രിഡ്ജുകൾ വരുമ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഇത് പാസ് ചെയ്ത് പോകുമെന്ന് അറിയത്തില്ലല്ലോ. എല്ലാ ബ്രിഡ്ജിലും കൂടെ ഇത് പാസ് ചെയ്ത് പോകത്തില്ല. നമ്മളെ 12 വീല് വണ്ടി പോവും മിക്ക ബ്രിഡ്ജിലും. ഇത് അങ്ങനെ എല്ലാ ബ്രിഡ്ജിലും പാസ് ചെയ്ത് പോകത്തില്ല കേട്ടോ. ഹൈറ്റ് ഉള്ളതുകൊണ്ടേ, അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടല്ലോ. ഈ ബ്രിഡ്ജല്ലേ? അപ്പം വഴിയൊന്നും കറക്റ്റ് അറിയത്തില്ല. എന്നാലും ഇത് നമുക്കറിയാം.
നമ്മൾ നടന്നു വന്നോണ്ടറിയാം ഈ ബ്രിഡ്ജിലൊക്കെ പോകും. ഈ വണ്ടിയെ പോകുമ്പോ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഈ കാര്യമാണ്. ഹൈറ്റ് ആണ് മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം. ഞങ്ങള് ഇതിനു മുമ്പൊക്കെ ഓരോ റെയിൽവേയുടെ ഇതിൽ പോയി നമ്മൾ ഇതായിട്ടുള്ളതാ. എന്തായാലും നമ്മളിപ്പുറം ചാടി കേട്ടോ. നമുക്കിനി ബസ് കിട്ടോ അതാണ് ഇപ്പൊ അറിയാത്ത കേട്ടോ. ഇവിടൊക്കെ പിന്നെ രാത്രിയിലെല്ലാം ബസ് കാണുമായിരിക്കും. നാട്ടില് ബസ് കാണേണ്ടതാണ് നമുക്ക്. പാലക്കാടിന് കണ്ടാ മതി. പാലക്കാടല്ലേ, കോയമ്പത്തൂർ കിട്ടിയാ കോയമ്പത്തൂർ പാലക്കാട് കാണും. നമുക്ക് ആദ്യം ഇറങ്ങി നടന്ന് നോക്കാം. ബസ് ഇല്ലെന്ന് അറിയുവാണെങ്കിൽ തിരിച്ചു വന്ന് വണ്ടിയിൽ തന്നെ വരാം അല്ലേ. ഞങ്ങളിവിടെ വന്നപ്പം ഇവിടെ ഒരു പമ്പ് ഉണ്ടോ, ഈ പെട്രോൾ പമ്പിലാണ് നമ്മൾ ബാത്റൂമിലൊക്കെ പോകുന്നത്. അത് നല്ല വൃത്തിയുള്ള പമ്പാണ്. രാവിലെ എന്നും കഴുകും. രാവിലെ എന്നും കഴുകി വൃത്തിയാക്കി. ടോൾ പ്ലാസയുടെ അടുത്തുള്ള പമ്പാണ്. നമുക്ക് കേറേണ്ട വഴി സ്ഥലമായില്ലല്ലോ. നമ്മളിപ്പോ വണ്ടി പാർക്ക് ചെയ്യുന്ന ലൊക്കേഷനിൽ എത്തി കേട്ടോ. ഇന്നത്തെ വീഡിയോ ഫുള്ള് രാത്രിയാണ് കേട്ടോ. വേറൊന്നല്ല, ഇപ്പൊ ഞാൻ ആലോചിക്കുന്ന വെച്ചാല് നമ്മൾ ചെയ്യുന്ന എല്ലാം വീഡിയോ കാണിക്കാം അല്ലെ. മറ്റേ നമ്മള് എല്ലാം ഒന്നും വീഡിയോയിൽ എടുക്കത്തില്ല. നമ്മള് രാത്രിത്തെ കാഴ്ചകളൊന്നും വീഡിയോയിലൊന്നും എടുക്കാറൊന്നുമില്ല. ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം കാണിക്കാം. നമുക്ക് കിട്ടുന്ന കണ്ടന്റ് എന്തിനാ കളയുന്നേ? നമ്മളിതൊക്കെ തന്നെ ചെയ്യുന്നത്. അപ്പൊ എല്ലാം നമ്മള് അത് ഇപ്രാവശ്യം അങ്ങനെ തീരുമാനിച്ച വന്ന കേട്ടോ. അതുകൊണ്ട് നമ്മള് അല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ വീഡിയോ അതിന്റെ പോയിട്ട് നാളെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞ് മറ്റന്നാളെ വീഡിയോ എടുത്തേനെ പുതിയ. പാലക്കാട് എത്തുന്ന വരെ വീഡിയോ. ഇത് നമുക്ക് പാലക്കാട് നമ്മൾ എങ്ങനെ രാത്രി പോകും എന്നുള്ള വീഡിയോ കാണിക്കാം അല്ലേ. അത് നോക്കാലോ എങ്ങനെ ബസ് കിട്ടുമോ. ഇനി അവിടെ നിന്ന് നമ്മൾ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ പുറത്തുണ്ട്. ഈ ഹൈവേയിലോട്ട് നടക്കണം. നടന്ന് വന്നിട്ട് ഇനി ഇതിന്റെ റോഡിന്റെ ഓപ്പോസിറ്റ് പോയാലേ നമുക്ക് ബസ് കിട്ടുമെന്ന് അറിയത്തുള്ളൂ. ബസ് കിട്ടിയില്ലെങ്കിൽ ഹിച്ചേക്ക് ചെയ്തുകൊണ്ട് പോകേണ്ടി വരും അല്ലേ. ആരെങ്കിലും നിർത്തുമോ എന്തോ നോക്കാം നമുക്ക് അല്ലേ. നമ്മള് പൊള്ളാച്ചിന്നൊക്കെ വേറെ ലോറിക്ക് കൈ കാണിച്ച് കയറി വന്നിട്ടുണ്ടല്ലോ. ഇവിടെയാണ് നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ട്. നമ്മള് ഒന്നുമില്ല, ഈ പാർക്കിംഗ് ഗ്രൗണ്ട് ഇന്ന് പണിയാൻ പോയി അല്ലേ. പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഒരു ദിവസം ഇവിടെ കിടന്നു, ഒരു ദിവസം പോയി പണിഞ്ഞു, വീണ്ടും വന്നു. മെയിൻ പ്രശ്നം എന്താ അറിയോ, രാത്രി ഓടിച്ചപ്പോഴായിരുന്നു ഇതിന്റെ ഒരു ലൈറ്റും കത്തുന്നില്ല കേട്ടോ. ബാക്കേ അതായത് സൈഡിലൊക്കെ ഉള്ള ലൈറ്റുകളില്ലേ, ഒരെണ്ണം പോലും ഇല്ല. വണ്ടി ഒന്നും അറിയാൻ പോയാ ഇരുട്ടത്തെ. ഇതിലെ കൂടെ പോവല്ലോ. അത് ശരിയാണല്ലോ, മൊത്തം ഡൽഹി വരെ വെച്ച് നമ്മളെ വഴിയൊക്കെ ഇല്ലാതാക്കിയല്ലോ. ഇതുവഴി പോണം, അവിടെ കാടാ. ഇതുവഴി പോയാലേ പിന്നെ പോകത്തുള്ളൂ. അവിടെ കാടാ കേട്ടോ. ഇതുവഴി പോണം. ഡൽഹി വരെ നമുക്കിട്ട് പണി തന്നല്ലോ. അവരെ വഴിയിൽ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നല്ലേ. അല്ല അതിന്റെ ഇടയ്ക്ക് ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ, ബാക്കിൽ ലൈറ്റ് ഒന്നും ഇല്ലെന്നേ, ഒന്നും കാണാൻ പറ്റുന്നില്ല. ബാക്കിൽ സൈഡ് ലൈറ്റ് വളരെ ഇമ്പോർട്ടന്റാ വലിയ വണ്ടിക്ക്. നീ ഇറങ്ങിയിട്ടൊന്നും കാര്യമില്ല, അതൊക്കെ നമുക്ക് എടുക്കാം. ഞാൻ പറഞ്ഞതാ, ഇവിടെ ഇപ്പൊ ഗ്രൗണ്ടിൽ പ്രശ്നമില്ല. നമ്മൾ ചില നമുക്ക് അറിയാത്ത സ്ഥലത്തൊക്കെ പോകുമ്പോഴേ അതില് പോവോ, അതില് പോവും. അറിയാത്ത സ്ഥലത്തൊക്കെ പോകുമ്പോ അതൊരു പ്രശ്നമാവും. അത്രയും വഴി വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഇത്രയും വഴി കൊടുത്തതാന്ന് തോന്നുന്നു. എല്ലാം പറഞ്ഞതാ, ലൈറ്റ് ഇല്ലെങ്കിലേ അറിയാത്ത സ്ഥലത്തൊക്കെ പോകുമ്പോ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇപ്പൊ തന്നെ ഉണ്ടല്ലേ നൂല് ഗ്യാപ്പിലെ ഇപ്പൊ കയറി വന്നു. സ്ഥലം ഉണ്ടായിരുന്നു, നമ്മൾ ആദ്യം വന്നിരുന്നെങ്കിൽ സ്ഥലം ഉണ്ടായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. വേറൊരു ഇപ്പൊ പണിഞ്ഞപ്പോ ഒരു പ്രശ്നം വന്നു. ബ്രേക്ക് ഔട്ടുമ്പോ എയർ ഹോണൊക്കെ അടിയുന്നുണ്ട്. ഇതിനകത്ത് 1-2 എയർ ഹോണൊക്കെ ഉണ്ടെന്ന്. ബ്രേക്ക് ഔട്ടുമ്പോ എയർ ഹോൺ അടിയുന്നു.
എനിക്കറിയാൻ വയ്യ. എന്തായാലും നമ്മൾ ആ ചളിപൊളിയുള്ള സ്ഥലത്ത് എത്തി കേട്ടോ. എല്ലാം കാണാവോ? ഇതിനകത്ത് വേറെ ഗുണമുണ്ട് കേട്ടോ. ഒരു അടിപൊളി ഒരു ലൈറ്റ് ഉണ്ട്. ഇതിട്ട് കഴിഞ്ഞാൽ നല്ല വെട്ടം നോക്കിയോ. ഉണ്ടാ ഇപ്പൊ നല്ല വെട്ടമില്ലേ? ഇത്തരം സിറ്റുവേഷനിൽ യൂസ് ആവും. സൈഡ് ലൈറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ അതും കൂടെ പണി പറയണം, അല്ലെങ്കിലേ നമുക്ക് ബുദ്ധിമുട്ടാവും. ഓടിക്കുന്നവർ പറഞ്ഞില്ലെങ്കിലേ കമ്പനിയല്ലേ, അപ്പൊ അവർക്ക് ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കാനൊന്നും സമയം കിട്ടത്തില്ല. ഇഷ്ടംപോലെ വണ്ടിയുള്ളപ്പോൾ നമ്മൾ ഓടുന്ന ഈ ഒരു വണ്ടി മാത്രം അവർക്ക് നോക്കാൻ സമയം ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾ വേണം പറയാൻ കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ തിങ്കളാഴ്ച വരുമെന്നുള്ളതൊക്കെ നമുക്ക് തിങ്കളാഴ്ച അറിയാം അല്ലേ? എനിക്കെന്തോ ഇവിടെ പറഞ്ഞു വിട്ട പോലെയൊക്കെ തോന്നി. എന്റെ തോന്നലായിരിക്കാം ചിലപ്പം. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും. എന്തായാലും നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നു. അതെ, ഈ സ്ഥലം ഓർമ്മയുണ്ടല്ലോ? വന്ന സ്ഥലത്ത് തന്നെ, പുറപ്പെട്ട സ്ഥലത്ത് തന്നെ നമ്മള് എവിടെ പരിപാടി തുടങ്ങിയോ അവിടെ തന്നെ നമ്മൾ രാത്രി 11 മണിക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? ശകലം കൂടെ മതി. അപ്പം എന്തായാലും നമ്മൾ വണ്ടി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഗ്ലാസ്സൊക്കെ കയറ്റിക്കോട്ടെ. ഇപ്പം നമ്മൾ പോവാണല്ലോ. നിങ്ങൾക്ക് അതിൻ്റെ പറഞ്ഞാൽ മനസ്സിലാവുന്ന തരത്തില്ല. നമ്മൾ ആ പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഹൈവേയിലൊക്കെ പെട്ട് കഴിഞ്ഞാലേ നമുക്ക് ഭക്ഷണം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഞങ്ങൾ ആ ചേട്ടൻ്റെ, നമ്മൾ വർക്ക്ഷോപ്പിലെ ചേട്ടൻ്റെ വണ്ടി വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അടുത്തൊരു ചെറിയൊരു കടയുണ്ടായിരുന്നു. അവിടെ നമ്മളൊരു 4 പൊറോട്ട വാങ്ങിച്ചു. 4-5 പൊറോട്ട കേട്ടോ. അതിൻ്റെ കൂടെ കിട്ടിയ കറിയായി. ഇതാണ് നമ്മൾ ഇന്നത്തെ രാത്രിത്തെ ആഹാരം എന്ന് പറയുന്നത്. ഇത് തന്നെ കിട്ടിയ വലിയവരാണ്. നമ്മൾ രാവിലെ കഴിച്ചതാണ്. അതിനുശേഷം നമ്മളിതാ 11 മണിക്കാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത് കേട്ടോ, ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ ഇതും കഴിച്ചിട്ട് വണ്ടി ലോക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ വിടാം അല്ലേ? എന്നാൽ കഴിച്ചോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ കറുപ്പ് റെസിറ്റാണല്ലോ ഇറങ്ങിയിരിക്കുന്നത്. അതിപ്പോഴാണ് ശ്രദ്ധിച്ചോട്ടെ. രാത്രി രണ്ടുപേരും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ട് നടന്നു പോവാണ് കേട്ടോ. സമയം കറക്റ്റ് കേട്ടോ. ഞാൻ തമാശ പറയല്ലോ, കറക്റ്റ് 12 മണി. ഞാൻ ഇപ്പോഴാണ് ചുമ്മാ നോക്കിയത് കേട്ടോ. കറക്റ്റ് 12 മണിയായി. അതാട്ടോ, നല്ല ഇരുട്ടായില്ലേ? അപ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ ഫാക്ടറി ഏരിയ ആണ് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് 12 മണിക്ക് നമ്മൾ ഹൈവേയിലോട്ട് പോയിട്ട് നമുക്ക് ബസ് കിട്ടുമെന്ന് നോക്കാം കേട്ടോ. ബസ് കിട്ടുവാണെങ്കിൽ അതിൽ കയറിയിട്ട് കൊല്ലംകോട്ടേക്ക് ഡയറക്റ്റ് ബസ്സൊന്നും കിട്ടത്തില്ല. കോയമ്പത്തൂർ പോയിട്ട് എങ്ങനെയൊക്കെ പാലക്കാട് പോയിട്ട് പാലക്കാട് ട്രെയിൻ പിടിച്ച് അതേ ഉള്ളൂ. ഇനി ആ സമയത്ത് അതുവഴി പോകുന്ന ഒരു ട്രെയിൻ അമൃതേ ഉള്ളൂ. അമൃത രാവിലെ നോക്കാം. തൃശ്ശൂരും ഉണ്ട്. എന്തായാലും പോവാ, അല്ലെങ്കിൽ ബസ് ഉണ്ടോ നോക്കാം. നമുക്കറിയത്തില്ല, പോയി നോക്കാം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ടോൾ പ്ലാസയിൽ പോയിട്ട് ടോൾ പ്ലാസയിൽ നിന്ന് നമ്മൾ തമിഴ്നാടിൻ്റെ ബസ്സും പിടിച്ചിട്ട് നേരെ കോയമ്പത്തൂരോട്ട് ബസ് കയറി വന്നു കേട്ടോ. ബസ് കയറിയിട്ട് നമ്മൾ അവിടെ നിന്ന് പിന്നെ ട്രെയിനിലാണ് വന്നത്. അപ്പോൾ നമ്മളിതുകൊണ്ട് പാലക്കാട് നിന്ന് അമൃത എക്സ്പ്രസ് കയറിയിട്ട് കൊല്ലങ്കോട് പോകാൻ പോകുന്നത് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ട്രെയിനാണ്. തിരുവനന്തപുരം എല്ലാവർക്കും അറിയാവുന്ന ട്രെയിനാണ്. തിരുവനന്തപുരത്ത് നിന്ന് പഴനിക്ക് പോകാനും അതുപോലെ മധുരയ്ക്ക് പോകാനുള്ള ട്രെയിനാണ് തിരുവനന്തപുരം മധുരൈ അമൃത എക്സ്പ്രസ്. ഇത് നമുക്ക് അടുത്ത സ്റ്റോപ്പ് പാലക്കാട് ടൗണ്, അത് കഴിഞ്ഞാൽ പിന്നെ കൊല്ലങ്കോട്. അത്രേ ഉള്ളൂ.